ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മത്തി മുളകിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തക്കാളിയും പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് മുളക് ഇട്ടിട്ട് മത്തി വയ്ക്കാൻ പോവുകയാണ്. തക്കാളി മാത്രം ഇട്ടിട്ടാണ്, ഉള്ളിയൊന്നും ഇല്ലാതെ. തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. ഈ തക്കാളി മാത്രം ഇട്ടിട്ട് വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളിയൊന്നും ചേർക്കില്ല, നമ്മൾ തക്കാളിയുടെ പുളി മാത്രം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും സംശയം ഉണ്ടാവും, അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും കേട്ടോ. മഞ്ഞൾക്ക് പൊടി കൂട്ടാതെ നോർമലി നമ്മൾ കുരുമുളക് ഇട്ട് വയ്ക്കുന്ന അരിക്ക് മാത്രമേ പൊടി ചേർക്കാനുണ്ടാവുള്ളൂ. വേണ്ട പോലുള്ള തക്കാളിയുടെ പുളി മാത്രം മതിയാവും. 2 തക്കാളി എടുക്കുന്നുണ്ട്, 2 വലിയ തക്കാളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി പൊടി, വെളുത്തുള്ളി നിർബന്ധമാണ് കേട്ടോ. വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇഞ്ചി കൂടി എടുത്തിട്ട് വരാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അറിയാലോ, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നത് കാര്യമാണ്, ഉപ്പിട്ട് വഴച്ചെടുക്കുക. പെട്ടെന്ന് നമ്മൾ വഴറ്റി കിട്ടും കേട്ടോ. തക്കാളി ആയാലും ഉള്ളി ആയാലും ഒന്ന് കിടക്കും. ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ അത്യാവശ്യം നല്ല ഉപ്പ് വേണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി മാത്രം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ല പുളിയുണ്ടാവും. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എല്ലാം ഏകദേശം എപ്പോഴും ഉള്ളിയും തക്കാളിയും വഴറ്റി ഇപ്പം എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇടുന്നതല്ലേ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ കറികൾ ഉണ്ടാക്കാന്നുള്ളതല്ലേ. നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. വഴറ്റിയെടുത്തിട്ട് കറി ഉണ്ടാക്കുന്നത്. തക്കാളി ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി അതിലേക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട്. കറിയിൽ വെളുത്തുള്ളി കടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്ര വലുതായിട്ട് തന്നെ ഇട്ടേ. 2 കഷ്ണമാക്കിയതേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെറിയ പീസാക്കി ഇട്ടാൽ മതി. ഇഞ്ചിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കുരുമുളക്. ആവശ്യത്തിന് മുളക് പൊടി ഇട്ടോ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തക്കാളി മാത്രം ഇതുപോലെ ചെയ്തിട്ട് ചോറിനൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ നല്ല അച്ചാർ പരുവത്തിലാകുമ്പോൾ ഇതിപ്പോൾ നമ്മൾ മീൻകറി ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. കറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് തക്കാളി മാത്രം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാകത്തിന് ഉപ്പ് കൂടി കിട്ടിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് നമ്മുടെ മീൻ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഞാൻ അധികം ഇടാറില്ല. എന്ന് വെച്ചാൽ കറിയിൽ മീൻ അധികം കഷ്ണം ആർക്കും അത്ര ഇഷ്ടമല്ല. ഫ്രൈ ചെയ്ത മീനാണ് അധികം കഴിക്കുന്നത്. പക്ഷെ കറിയിൽ ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടിയാൽ കറി നല്ല സൂപ്പറായിരിക്കുമല്ലോ. മത്തിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതേ സമയം നമ്മുടെ മത്തി ബാക്കിയുള്ളത് ഇവിടെ നിന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി എന്തായാലും നോക്കാം കേട്ടോ. അല്പം ഉപ്പ് കുറവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. അടിപൊളി മത്തി മുളകിട്ടത് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. മത്തിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.